നമസ്കാരം. ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ പുതിയ യുവജന വിഭാഗം രൂപീകരിക്കുന്നതിനുള്ള കൺവെൻഷനെതിരെ പടിഞ്ഞാറൻ നഗരമായ ഗീസണിൽ സംഘടിച്ചത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ്. പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനെതിരായും തീവ്രവാദ നിലപാടുകൾക്കെതിരായും ജനങ്ങൾ തെരുവിലിറങ്ങുകയായിരുന്നു. AfDയുടെ യുവജന വിഭാഗം രൂപീകരണ കൺവെൻഷൻ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രക്ഷോഭകർ നഗരത്തെ സ്തംഭിപ്പിച്ചത്. റോഡുകൾ ഉപരോധിച്ചതിനെ തുടർന്ന് സമ്മേളനം 2 മണിക്കൂറിലധികം വൈകിയാണ് ആരംഭിച്ചത്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AfD തങ്ങളുടെ യുവജന വിഭാഗത്തിന് രൂപം നൽകുന്ന പാർട്ടിയുടെ വളർച്ചയ്ക്കും യുവാക്കൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പാർട്ടിയുടെ തീവ്ര നിലപാടുകൾക്കെതിരെ കടുത്ത എതിർപ്പുമായി 10,000-കണക്കിന് ആളുകളാണ് ഗീസണിലെ തെരുവുകളിൽ അണിനിരന്നത്. നഗരത്തിലേക്കുള്ള പ്രധാന റോഡുകൾ തടസ്സപ്പെടുത്താൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ നിരവധി AfD പ്രതിനിധികൾക്ക് യോഗസ്ഥലത്ത് എത്താൻ സമയത്തിന് കഴിഞ്ഞില്ല. ഇത് സമ്മേളനത്തിന്റെ തുടക്കത്തെ സാരമായി ബാധിച്ചു. പ്രതിഷേധക്കാർ പോലീസുമായി നിരവധി തവണ ഏറ്റുമുട്ടി. പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഏകദേശം 2000 പ്രതിഷേധക്കാർ ചേർന്നൊരു റോഡ് ഉപരോധം നീക്കം ചെയ്യുന്നതിനായി പോലീസ് ജലപീരങ്കികൾ പ്രയോഗിച്ചു. കൂടാതെ കൺവെൻഷൻ സെന്ററിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ തകർത്ത് അകത്തു കടക്കാൻ ഒരു വിഭാഗം പ്രതിഷേധക്കാർ ശ്രമിച്ചപ്പോഴും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോലീസ് വീണ്ടും ജലപീരങ്കികൾ ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു. പ്രതിഷേധങ്ങളെ നേരിടാനായി 5000-ഓളം പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. 25,000-ത്തിലധികം പ്രകടനക്കാർ തടിച്ചുകൂടിയതായാണ് പോലീസ് കണക്കാക്കുന്നത്. വൻ ജനക്കൂട്ടം പങ്കെടുത്തുവെങ്കിലും പ്രതിഷേധത്തിന്റെ ഭൂരിഭാഗവും സമാധാനപരമായിരുന്നുവെന്ന് പോലീസ് നിരീക്ഷിച്ചു. എങ്കിലും സംഘർഷങ്ങൾക്കിടെ 10 പോലീസുകാർക്ക് നിസ്സാര പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കിടയിലും സമ്മേളനം ആരംഭിച്ചപ്പോൾ AfD നേതാക്കൾ ഈ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു. പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരെ, പ്രിയപ്പെട്ട തീവ്രവാദികളെ, നിങ്ങളെ തന്നെ നോക്കണം. ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണ് എന്ന് പാർട്ടി സഹനേതാവും പ്രമുഖ നേതാവുമായ ആലേസ് വൈഡൽ അഭിപ്രായപ്പെട്ടു. എന്തായാലും ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമായിട്ടാണ് ഈ ഒരു പ്രതിഷേധങ്ങളെയെല്ലാം കാണുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ പ്രചരണ വിഷയം. 2010-കളുടെ മധ്യത്തിൽ ധാരാളം കുടിയേറ്റക്കാർ രാജ്യത്ത് എത്തിയതിനെ തുടർന്നുണ്ടായ അസംതൃപ്തി മുതലെടുത്താണ് 2017-ൽ പാർട്ടി ആദ്യമായി ദേശീയ പാർലമെന്റിൽ പ്രവേശിക്കുന്നത് എന്ന് വേണം പറയാൻ. കുടിയേറ്റം കൂടാതെ മറ്റ് വിഷയങ്ങളിലെ ജനങ്ങളുടെ അതൃപ്തി മുതലെടുക്കാനും ഇത്തരത്തിൽ ഈ ഒരു സംഘടന താല്പര്യം കാണിക്കുന്നുണ്ട്.